ബൈസൺ വാലി മുട്ടുകാട് മേഖലയിലാണ് വ്യാപകമായി ആഫ്രിക്കൻ ഒച്ചുകളെ ആദ്യം കണ്ടെത്തിയത്. ഏകദേശം 8 വർഷം മുൻപ് മുതൽ ഇവ മുട്ടുകാട്ടിലെ കൃഷിയിടങ്ങളിലുണ്ട്. എന്നാൽ ഇവ എങ്ങനെ ഇവിടെ എത്തി എന്നത് വ്യക്തമല്ല. വൻതോതിൽ പെറ്റുപെരുകിയ ഒച്ചുകൾ നിലവിൽ ബൈസൺ വാലി, ശാന്തൻപാറ, സേനാപതി, രാജകുമാരി മേഖലയിലെല്ലാം വ്യാപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഒച്ചുകളാണ് ഓരോ മേഖലയിലും പെരുകിയത്. ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്ന ഇവ മഴക്കാലത്ത് പുറത്തെത്തും. ഏലം അടക്കമുള്ള വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കും. ഏലത്തിൻ്റെ പൂ വിരിയുന്നത് അത് ഭക്ഷിക്കും. അതോടൊപ്പം തന്നെ പിഞ്ച് കായ ഭക്ഷിക്കും. പച്ചക്കറികളൊന്നും അത് വിടാറില്ല, അത് അങ്ങനെ തന്നെ ഭക്ഷിക്കും. പിന്നെ വീട്ടിലെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ശല്യം ഉണ്ടായിരുന്ന സമയത്താണ് ഇത്. ഇപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഒരു മാർഗവും അവിടുത്തെ കർഷകർക്ക് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ അത് സമീപ പഞ്ചായത്തായ രാജകുമാരിയിലും സേനാപതിയിലും ശാന്തൻപാറയിലും ഉൾപ്പെടെ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീര്യം കൂടിയ മരുന്നുകളും കീടനാശിനികളുമൊക്കെ പ്രയോഗിച്ചിട്ടും ഇവയെ തുരത്താനായിട്ടില്ല. തുരിശും പുകയിലയും ചേർന്ന മിശ്രിതം താരതമ്യേന ഫലപ്രദമാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഇവ വ്യാപകമായി പ്രയോഗിക്കേണ്ടതിനാൽ കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കും. സബ്സിഡി നിരക്കിൽ ഇവ ലഭ്യമാക്കുകയും ഒച്ചുകളെ തുരത്താൻ കൃഷിവകുപ്പ് ഇടപെടുകയും ചെയ്യണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ഒരു മാസം 3000 മുതൽ 5000 മുട്ടകൾ വരെ ഇടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഇണചേരാതെ തന്നെ പ്രത്യുൽപാദനം നടത്താനാകും. വളരെ വേഗത്തിൽ പെറ്റുപെരുകുന്ന ഇവയെ തുരത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇടുക്കിയിലെ കാർഷിക മേഖല തന്നെ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.